എത്ര ചെറിയ എന്ത് പറ്റാതെ ഇവിടെ നമ്മൾ നടക്കുന്നതാണ് വഴി, നമ്മൾ പോകുന്നതാണ് പാത, നമ്മൾ എത്തിച്ചേരുന്നിടങ്ങളാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. സോ വി ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. അവിടെ വഴി തെറ്റിക്കൂടി 99 പാമ്പ് കുടുങ്ങിയവരായിപ്പോ അടിയിലെത്തിയോ ചെറിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലോ? കുരിശുമലന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫോറസ്റ്റിന്റെ പ്രിമിസ് അല്ല കേട്ടോ, ഫോറസ്റ്റിന്റെ പ്രിമിസസ് അല്ല. ഇത് അങ്ങോട്ട് ആരോ കയറ്റി നോക്കിയിട്ടുള്ളൂ. അവിടെ കണ്ടോ ആ ജീപ്പിന്റെ അടുത്ത് നമ്മളിപ്പോ പോകുന്ന ടീമാട്ടോ, അനങ്ങാൻ മടിയാണ്. എത്താമാരാ ഒന്ന് കേറിയുടെ മലക്ക്. നല്ലതാണ്. ഫോട്ടോ കിട്ടിനു. പക്ഷേ ഉള്ളിലാണ് ഉള്ളിലാണ് ഉള്ളിലൊന്നും കിട്ടില്ല. എടുത്ത് കയറിയെന്ന് എടുത്ത് കയറിയെന്ന് ഏകദേശം നല്ലോണം കേറിട്ടോ, നല്ല ടയർഡാണ്. കനാരം വന്നില്ലേ പാട്ടി കച്ചേരി കളിച്ചിട്ടുണ്ട്. ചെറിയ ശരി വാ. മല വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മല കയറും തോറും വലുതായിക്കൊണ്ടിരിക്കുക തോന്നുന്നു. കല്ല് കനം കൂടിനടാ. മുന്നിക്ക് നിൽക്കേണ്ടി വരും ഞങ്ങള്. എന്റെ കാലൊക്കെ നിന്ന് കതുക്കാണ്. ക്ഷീണിച്ചിട്ടോ അതിന്റെ മേലെത്തിട്ടോ. നമ്മളിത് കേറി കൊയങ്ങില്ലേ, ഇങ്ങനെ കേറാൻ തന്നെ ഉള്ളൂ. നല്ല ഒരു 90 ഡിഗ്രി ഇല്ലെങ്കിലും കയറാൻ പറ്റുന്ന ടൈപ്പ് കയറ്റാണ്. ചെറിൻ്റെ മോർണിംഗ് വാക്ക് ഏതായാലും ഇവിടെ സെറ്റായി എന്നാ പറയണേ. ഇതിലൊക്കെ ആളുകൾ കയറി കേട്ടോ. ഏതാ കാറ്റിലെ നമ്മളെ മച്ചന്മാര് താട്ടോ അവിടെ മേലെ. ഹലോ പോയവിടെ നമ്മളെ വണ്ടി താട്ടോ അവിടെയാണ് നിർത്തി. നമ്മളെ ജീപ്പ് ഇതാ ആ ഒരു സ്പോട്ടിലാണ് നിർത്തി. നമ്മളിപ്പോൾ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതുവഴി ഒരു നടവഴിയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നടന്നു വന്ന് കണ്ടില്ലേ. ഓ
ഭയങ്കര കഥപ്പാ നിൽക്കാന്ന് വെച്ചാ. സാംകുട്ടൻ ഇവിടെ നൈസായിട്ട് സൈഡായിട്ടുണ്ട്. തുടങ്ങി അലക്സേ? ഓ വയ്യാടാ, ചായ കുടിച്ചണോ? നേരത്തെ 4-5 പൊറാട്ട എന്ന ടൈമ്. മരപ്പാരെ അങ്ങോട്ടാ ജീപ്പേറ്റ് വന്നൊക്കെ പോയിട്ടോ. അവിടെ പാളി ആ റിസോർട്ടൊക്കെ ആണെങ്കിൽ ആ നീലാകാശത്തിൻ്റെ ഓരോ മലകളും ഉണ്ടല്ലോ, ഓരോ മലകളും നമുക്ക് തരുന്നത് ഓരോ വ്യത്യസ്തമായ അനുഭൂതികളാണ്. ഈ കക്കാടുംപോയിൽ എൻ്റെ നാട്ടിൽ നിന്ന് വെറും 20 കിലോമീറ്റർ ഉള്ളിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ പ്രിമിസസ് അല്ല എന്നാണ് തോന്നുന്നത്, കാരണം നമ്മളിവിടെ ബോർഡും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കുരിശുമലനെക്കാട്ടിലും ഉയരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പേസാണ്. ഞങ്ങൾ ശരിക്കും ചെക്കുന്ന് കയറാനാണ് പ്ലാൻ ചെയ്യുന്നത്, പക്ഷേ അവിടുത്തെ ചെറിയ ഇഷ്യൂസ് കാരണം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ചെക്കുന്ന് ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ആദിവാസികളൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ഒരു ഏരിയയിൽ കയറിയിട്ട് നമ്മളവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഫെയർ അല്ലേ. അപ്പോൾ നമ്മളെ പ്ലാൻ മാറ്റി കക്കാടുംപോയിലേക്കാക്കി. ഇപ്പോൾ കക്കാടുംപോയിൽ കുരിശുമലൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മച്ചന്മാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പോലെ അത്ര ഇറങ്ങാൻ പറ്റില്ല, കുറച്ച് തടി ഓവറായതിനെ കൊണ്ട്. കുത്തനല്ല ഇറക്കാട്ടോ, അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. നല്ല വജ്ജാണ്, നല്ല വഴിയാണെന്ന് പറഞ്ഞിട്ട് പൊന്നാര ചെറിയ അപ്പുറത്ത് കൂടെ പോകാൻ പോരെ. എത്ര ചെറുതോ കമ്മല വജ്ജ. ആനണ്ട്, ആനണ്ട്. കണ്ട ഇറങ്ങണ്ടേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതിൽ നിൽക്കുകയാണ്. മീൻസ് എനിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല, വെയിറ്റ് കൂടിയിട്ട്. വെയിറ്റ് കുറക്കൽ മസ്റ്റാണ്. നമ്മൾ കുറച്ചിരിക്കും, നോ ഇഷ്യൂസ്. ഇപ്പോഴാണ് ഈ ഷൂ മുതലായി. നേരെ പോട്ടെ. അതന്നെ ഇത് പരുന്തുമല. ഓ മൈ ഗോഡ്, നമ്മൾ പെട്ടു മക്കളെ. സാം അലക്സ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തോ ഭയങ്കര ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിക്ക് നിർത്തി കിട്ടിയത് മുതടിയാണ് ശരിക്കും. ആദ്യ വിരലാണ് മുന്നോട്ട് പോകുന്നത്. സ്ട്രൈറ്റ് മാറ് വേക്കോ.
ರೈಟ್ ಮಾಡು ಕಮಲ ಅಜ್ಜ ಇರ್ತದೆ ചമ്മുട്ടാ ഈ വെജ് നമ്മളെ തടിയന്മാർക്ക് പറഞ്ഞല്ലോ കേട്ടോ. എത്താ ചെറിയ എന്ത് വച്ചാതി ഇനി ഇതിലേറെ സാഹസികതേ സമ്മാസത അവിടെ കീഞ്ഞിരുന്നു. ചെത്ത കാട്ടിന് സമ്മുട്ടാ സമ്മാസം ഇവിടെ കുടിക്കുന്നു കേട്ടോ. കോട്ട ചെറിയത് നമ്മളെ വജ്ജി ഇത് സ്വർഗത്തേക്കുള്ള വച്ചാവുന്നുണ്ട്. കല്ല് വെള്ളും കല്ലൊക്കെ നിറഞ്ഞ ഒരു പാടനെ കീഴാട് പോലില്ല. ഇവിടെ പിടിക്കാനൊന്നുമില്ല. ആ മുറി പറഞ്ഞ ടൈപ്പ് പുല്ലുമാണ്. ഇപ്പം ഏകദേശം കുറച്ച് നിറഞ്ഞ സ്ഥലത്തെത്തി. നിറഞ്ഞ സ്ഥലമല്ല, നല്ല ഇറക്കാണ് കേട്ടോ. നേരത്തെ കയറി വഴിക്കല്ല നമ്മൾ ഇറങ്ങണേ. അതാണ് അതിൻ്റെ ഒരു ടാസ്ക്. പക്ഷെ ഓരോ മലകളും കയറുന്നു ഇറങ്ങുന്നൊക്കെ ഡിഫറെൻറ്റ് ആണ്. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കൊക്കെ പോയാൽ അവിടെ കൃത്യമായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ രീതിയിലൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നടക്കുന്നതാണ് വഴി, നമ്മൾ പോകുന്നതാണ് പാത, നമ്മൾ എത്തിച്ചേരുന്ന ഇടങ്ങളാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. സോ വി ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. ചെറിയ അവിടെ വഴി തെറ്റിക്കൂടി പാമ്പ് കുടുങ്ങിയപ്പോ ഇത് മാന സോട്ട് കുത്തനല്ല ഇറക്കും. അതിക്ക് സമ്മാസിന്റെ ചെരുപ്പോ ഇനി ചെരുപ്പ് ഊരില്ലെങ്കിലേ മൊതടിയാണ്. ഒറ്റ പോക്ക് പല്ലൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും വെച്ചന്നെ. മാമരം കണ്ടേ ചോല കണ്ടേ ഇരകൾ കണ്ടേ പൂകളും തന്തീനത്താനേ താനേ തന്തീനത്താനേ. എത്തങ്ങ അധികത്താത്തേ ശരിക്കും ഇതൊരു ലെസണാണ്, എങ്ങനെയാണ് കുന്നിറങ്ങേണ്ടതെന്നുള്ളത്. സമ്മാസമല്ലോ ഇവിടെ ചന്തി കുത്തി നിറങ്ങിക്കാം. ശരി ആദ്യം ഇറങ്ങി പോയ ആളാ. ഇപ്പോൾ ബാക്കിലായി. പാമ്പുണ്ട് ശരി. നിലത്തേക്ക് കാണില്ലല്ലോ. എന്തോ ഒരു ചോടെന്തോ വന്നോ എന്തോ പോയ സ്ഥലട്ടോ. കല്ലും മുള്ളും നിറഞ്ഞ നിങ്ങളൊക്കെ ചെറിയ വണ്ടിൻ്റെ അതായത് ഗ്ലാസ് ഓപ്പൺ ആയതുകൊണ്ട് ഒരു കാറ്റ് വരുള്ളൂ. നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ ഒരു ചവിട്ട് വഴിയും കൂടി ഇല്ല. ചവിട്ടി പോയൊരു പാടും കൂടി ഇല്ല. നമ്മളിപ്പം വഴി തെളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഒരു വഴിയാവും.
എന്താ ഇങ്ങനാണെങ്കിൽ മിക്കവാറും പെരുവഴിയില്ലേ നിൽക്കാറപ്പോൾ ഒരു വഴിയില്ലാത്ത പോലെ. നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ നല്ല വെള്ളമില്ല. ഇതിനും ചെറിയ ഇതിന് 2-3 മല ഇറങ്ങിയാൽ അത് പറഞ്ഞാലും ഇവിടെ തൊക്കോ മാന്തിത്തൊക്കെ ചെയ്തു. പഴുത്ത് തെറ്റി. യെസ് ഫൈനലി നമ്മളെത്തിട്ടോ. അങ്ങനെ 2 കിലോ കുറഞ്ഞു. നമ്മളുണ്ടല്ലോ തിരിച്ചു പോവാണ്. നമ്മളെ ഒരു 1 ഡേ എക്സ്പെഡീഷൻ ആയിരുന്നു ശരിക്കും. നമ്മുടെ കക്കാടുംപോയിൽ എന്ന് പറഞ്ഞാൽ അത് തീർന്നു. അപ്പം ഇവിടുത്തെ ഒരു ഫേമസ് ഒന്നും അല്ലാത്തൊരു മല കയറി. ഞങ്ങൾ കുരിശുമല അല്ല കേട്ടോ കയറി, കുരിശുമല അല്ല കയറി, മറ്റൊരു മലയാണ് കയറിയത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. പോവാണ് ജീപ്പിന്റെ മൂന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഞാൻ എങ്ങനെ ക്യാമറയും വളയട്ടെ. ക്യാമറ